സീറോ ഓടിക്കൊണ്ടുള്ള റൗണ്ട് അടിച്ചോണ്ടുള്ള സീറോ എന്തില്ല ആരെങ്കിലും ഇല്ല. ജാഗ്രതയാക്കി കടല കേട്ടെങ്കിൽ പക്ഷെ ജാഗ്രതയാക്കി ബംഗാറെല്ലാം കേട്ടെങ്കിൽ പെണ്ണിങ്ങ തെല്ല് ജാഗ്രതയാക്കി കൊടുത്തെങ്കിൽ കട കൊടുക്കുമ്പോ 1 ഗ്രാമേ കൊടുത്തെങ്കിൽ പോയെങ്കിൽ പോട്ടെ 1000 രൂപ വേറെ കിട്ടും. ബംഗാറ് കൊടുത്തിട്ട് റിട്ടേൺ ബാങ്കിൽ വെച്ചിട്ട് 4 ടർണറാക്കി കിട്ടിയും കിട്ടി പോയെങ്കിൽ പോയി. പണ്ടത്തെ പോലല്ല കട എടുക്കുന്ന ഇപ്പൊ നന്റെ പെഞ്ഞേക്കും മങ്ങിലത്തെ പോണ്ട് ഫാമിലി ഒർക്കത്ത് ബംഗാർ തണ്ടര എന്തെങ്കിലും ഇതിനെ കൊണ്ടിട്ട് ബാങ്കിൽ വെച്ചിട്ട് ടർണറാക്കുന്ന പേര് 14 തണ്ടെ അതൊരു ബിരുദുണ്ട്. ബിരുദായാലും പിന്നെ തണ്ട ഏത് ബിരുദ് ഇത് ബാങ്കിലുണ്ട് ബംഗാർ. ജാഗ്രതയാക്കി പെണ്ണിങ്ങല്ല കൊടുക്കും 1 ഗ്രാമേ കൊടുക്കും. ബംഗാർ തണ്ടല്ലേ തണ്ടല്ലേ വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല തണ്ടല്ല ഇല്ലാന്ന് പറയണ്ട ഉണ്ടായിട്ട് ഇല്ലെങ്കിൽ ലോക്കറിൽ കൊണ്ടിട്ട് വെക്കും പ്രശ്നമല്ല. ഇല്ലെങ്കിൽ മദ്രസ ആയിക്കോളുണ്ട് ചെറിയ ചെറിയ ഐറ്റം സതക്ക കൊടുക്കും എന്ത് പ്രശ്നമില്ല. ഒരു പ്രോബ്ലം ഇല്ല. ഒരു പെണ്ണ് ഉസ്താദുമാർ വയലിലെല്ലാം കേട്ട് ഓരോ പറക്കാർ എന്തെങ്കിലും പൊന്നിന്റെ ഓരോ പൂള് തരണം എന്നൊരു ഉസ്താദ് പറഞ്ഞു മദ്രസ കെട്ടുമ്പോ നാട്ടിൽ ഓരോ പൂള് എന്താ ഇന്നത് അങ്ങനെ ഒരു ഔത്ത് പോയപ്പോ രൈമ 1000 രൂപ കൊടുത്തിട്ട് ഉസ്താദ് നമുക്ക് ബംഗാർ തുറക്കുമ്പോ അതിന് ആശയമുണ്ട് ഹാങ് ഒരു എന്താണ് ചാര കടിച്ചെങ്കിൽ തോത്തുക എന്താണ് പാമ്പ് കടിച്ചെങ്ക ബംഗാർ തോത്തുന്ന ചാര കടിച്ചെങ്ക പാമ്പ് കടിച്ചെങ്ക വെള്ള കടിച്ചെങ്ക പഠിച്ചോനെ ഇവിടെ വെള്ള പാമ്പ് ചാരം ഇല്ല ഉണ്ടല്ലേ വെള്ള കടിച്ചെങ്കേ വെള്ള കടിച്ചിട്ട് കൊടുത്തവർക്ക് ഭാര്യ നല്ല മനസ്സന്മാർ നിങ്ങൾ അള്ളാഹു ബർക്കത്താക്കട്ടെ. വെള്ളയും കടിക്കണ്ട പാമ്പും കടിക്കണ്ട അള്ളാഹു സലാമത്താക്കട്ടെ. പാമ്പ് പണ്ടത്തോർ പറയില്ല വെള്ള കടിച്ചെത്തേക്കുന്ന ബംഗാർ അതിന് സമയത്ത് ഒരു പൂളില്ല ഉസ്താദെ ഉണ്ടായെങ്കിൽ തട്ടി ഞങ്ങൾക്ക് ഭാര്യ നല്ല ആശയുണ്ട് എല്ലാവരും തന്നിന് ചിലപ്പോൾ ഞങ്ങൾക്ക് ബേജാറാണ്. പഠിച്ചോന്റെ കളി നോക്കും. 2 മാസം കഴിയുമ്പോ ഈ പെണ്ണിങ്ങ ഉസ്താദിന് ജമാഅത്തുകാർ ഒരു കത്ത് 4 പൗണ്ട് മാല മിസ്സായി ഉസ്താദ് നേർച്ച വെച്ചിര പള്ളി കിട്ടിങ് അതിരെ ഒരു പൂള് അതിരെ മണിയാ കായ് തായ അതിൽ കായ് പള്ളി കൊടുക്കും നേർച്ചയാക്കി എന്തിന് പള്ളി മദ്രസക്ക് ഒരു പൂള് ആ കായ അന്നേ കൊടുത്തില്ലെങ്കിൽ മാല പൂളലാന്ന് അന്ന് ചൊല്ലി എന്തില്ല ഉസ്താദ് വെള്ള കടിച്ചങ്ങ് തേക്കോയില്ല 1000 രൂപ പിടിക്കറൂ. പിന്നെ 4 പൗണ്ട് മാല എവിടുന്ന് വന്നത് ഇങ്ങനത്തെ ഇല്ലാനെ ഉസ്താദ്മാർ ലാജർ എങ്ങനെ ഉണ്ട് എന്തുസ്താദ് എന്ത് പ്രയോജനമില്ല. ഈ വർഷം എന്ത് പ്രയോജനമില്ല ഉസ്താദ് പെരുന്നാൾ കഴിഞ്ഞ വർഷം തൊന്തരില്ല ഈ വർഷം എന്തില്ല ആരുടെ എന്തില്ല ഉസ്താദ് പൈസ എന്തില്ല എന്തില്ല. ഇത് എപ്പോഴും ഒരേ പാട്ട് കേട്ട് കേട്ട് ആദ്യത്തായി പള്ളിയിൽ നിൽക്കുമ്പോ ഇവിടെ നല്ല മനസ്സന്മാർ അല്ല വലിയ പള്ളി വലിയ ദർഗ അള്ളാഹു ബർക്കത്താക്കട്ടെ വലിയ മദ്രസ അള്ളാഹു നമ്മളെ ഖത്തീബ് ഉസ്താദ് നമ്മളെ പരിചയക്കാൻ അള്ളാഹുവിന് ഇവിടെ വന്നിട്ട് നമ്മളാണ് ഉസ്താദ് ഇടലെന്നാണ് അള്ളാഹുവിന് ബർക്കത്താക്കണേ റഹ്മാനെ. പള്ളിയിൽ നിൽക്കാൻ വേണ്ടി പോയിട്ട് നോക്കുമ്പോ വെറുപാവത്തെങ്ങ ജമാഅത്തിറങ്ങി എന്ത് എത്ര പാവ ഉസ്താദ്മാർ ചെല്ലുന്ന കൂടെ എന്തില്ല ഉസ്താദ് എല്ലാവരും ബീഡി കെട്ടി സോറ ഇവിടെ വേറെ ഇവിടുന്ന് പള്ളി മാത്രമില്ല കെട്ടി നോക്കണ്ട ഇവിടെ ആയത്തെങ്കിൽ എന്ത് ആപതില്ല ഉസ്താദ് നിങ്ങൾ എല്ലാം ചേഷ്ടാക്കും നിങ്ങൾ നിന്റെ ഒരു 6 തിങ്കളായാലും നിങ്ങൾക്ക് വേണേ പിന്നെ ശമ്പളം കൂട്ടാം പിന്നെ വേണേ കൂട്ടാം. ഇപ്പൊ എന്തില്ല ഭാര്യ കഷ്ടത്തിൽ 4 പൊണ്ണമി ഭാര്യ കഷ്ടത്തിൽ എന്നെ നോക്ക നിങ്ങൾ നിക്കറു നോക്ക ഉസ്താദ് നിങ്ങൾ അങ്ങോട്ടല്ലോ എന്ത് പേടിക്കുന്നു നിങ്ങൾ നിക്കറു ഇവിടെ നിന്റെ ഉസ്താദ്മാർ 6 സ്വത്തിക്കില്ല എല്ലാം 6 സ്വത്തിക്കില്ല ഇല്ലമ്മ ഇവിടെ നിന്റെ 6 സ്വത്തിക്കില്ല ഉത്തരല്ല എല്ലാരും മാമൂലി എല്ലാരും മാറ്റർ ഇത് ഇവിടെ വന്ന ഉസ്താദ്മാർ അവ കെട്ടാണ്ട് പോയിട്ടില്ല. ഇവിടെ വന്ന ഉസ്താദ്മാർ കാർ എടുക്കാണ്ട് പോയിട്ടില്ല. ഇവിടെ വന്ന ഉസ്താദ് ബൈക്ക് എടുക്കാണ്ട് പോയിട്ടില്ല. ഇവിടെ വന്ന എല്ലാവരും പെൺമക്കളെ ബാൽവാട്ടിട്ടേ പോയിരുന്നു. അയാളെ ചോര കാറിനി പെൺമക്കളെ ബാൽവാട്ടാൻ ചെല്ലുന്ന എല്ലാവരും ഒരേ മാറ്റർ ഉസ്താദ് ഇവിടെ നിന്റെ കൂടെ പള്ളി ബർക്കത്തുള്ള പള്ളി നീ നിക്കറു നോക്ക നിക്കറു എന്താ തന്നില്ല നിന്റെ കൊടുക്കുന്നവർ എന്ത് റബില്ല ഒരു ഗിഫ്റ്റ് ഉസ്താദ്മാർക്ക് മുഅല്ലിമീങ്ങൾ ഖത്തീബ് ഉസ്താദിനെ മുക്രിക്ക് ഉസ്താദിനെ കുറച്ചൊരു പരിഗണിക്കും. മുഅല്ലിമീങ്ങൾ ആർക്കും വേണ്ടാത്ത പോലെ ഇസ്സത്ത് കെടുത്തുന്ന അള്ളാഹു ആ ഇസ്സത്ത് കെടുത്തിയോന്റെ ഇസ്സത്ത് അള്ളാഹു കൊടുത്തു. മുഅല്ലിമീങ്ങൾ ബഹുമാനിക്കും. റബില്ല 500 രൂപന്റെ പ്ലേറ്റിന്റെ സെറ്റിനെ വില കവറാക്കിയിട്ട് പ്രസിഡന്റ് സെക്രട്ടറി എൻഗമൻസ് പ്രസിഡന്റ് ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി 10 ഫോണഞ്ചാൾ ഉദ്ദാക്കിയിട്ട് ഉസ്താദിന് കൊടുക്കുന്നു. എത്ര വാത്സൽ 400 രൂപന്റെ പ്ലേറ്റിന്റെ സെറ്റ്. ഇന്നാലില്ലാഹി ഇത് കൊടുക്കി 400 രൂപന്റെ കൊടുക്കേണ്ടതല്ല റൂമിൽ കൊണ്ടിട്ട് വെക്കോറ്. ഇത് സ്റ്റേജിൽ ഉസ്താദ് പിടിക്കോറ് 10 ആൾ ഈ അരക്കിലത്തിന്റെ കെട്ട് പിടിക്കുന്ന 10 ആൾ ഉസ്താദ് പാപ്പ ഇതിന് ഇത്ര കഷ്ടം വന്നിട്ട് കെട്ട് പിന്നെന്താക്കുന്നത് മണ്ണ് തിന്നിട്ട് ഫോട്ടോ ചിലപ്പോൾ ചെന്നുണ്ടാവും ചില ആളല്ല എല്ലാരല്ല നല്ല ഉസ്താദ്മാർ പറയല്ല ചില കൊടുക്കണം കൊടുക്കണ്ട ഗതിയിലും കൊടുക്കണ്ട നിങ്ങളോടല്ല എല്ലാവരോടും ലൈവിലെല്ലാം ഉണ്ട് എല്ലാവരോടും ബേജാറാക്കി അങ്ങനെ കൊടുക്കാൻ പാടില്ല. റമളാൻ മാസത്തിൽ കിട്ട് റമളാൻ വരാൻ പോകുന്നു 10 കിലത്തിന്റെ അരി 10 ആൾ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു കിട്ട് കൊടുക്കുന്നു കിട്ട് വിതരണേ അരി 4 ചാക്ക് അരിന്റെ മുന്നിൽ 40 ആൾ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു എല്ലാവരും അപ്പുറപ്പേ പിന്നെ രണ്ടര ഫോട്ടോ എടുക്കുന്നൊക്കെ സുറൂത്തെ വന്നിട്ട് സിംഗിൾ ആയിട്ട് ഓൻ കൊടുത്ത പോലെ വാട്സാപ്പിൽ 10 കിലോ അരിനെ പിടിക്കാൻ 10 ആള് 10 കിലോ അരി കിട്ട് കൊടുക്കും. പാവപ്പെട്ടവന്റെ കണ്ണുനീരാണ്, പാവപ്പെട്ടവന്റെ ശാപമാണ്. പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് ഈ കൊടുക്കുന്നതിനേക്കാളും നല്ല കൊടുക്കാതിരിക്കലാണ്. കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തോ പ്രശ്നമില്ല. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ച് കൊടുത്തത് ഉസ്താദെ നിങ്ങൾക്കുള്ള 400 രൂപയുടെ ഗിഫ്റ്റ് അത് അവിടെ ഉണ്ടോ? ഈ കൊണ്ടുവരുന്ന ബോക്സിന്റെ റേറ്റ് ഉജ്ജുന്ന് ഉസ്താദ്മാർക്ക് പോളം ഓരോ നെറ്റിലടിച്ച് നോക്കുന്നു ഈ പ്ലേറ്റ് സെറ്റ് എത്ര ഉണ്ടോ. അല്ലാഹുവേ നീ ബോധം നൽകണേ അല്ലാ, നല്ലത് കൊടുക്കാനും നല്ലത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. പിന്നെ റസൂലുള്ള പറയുന്നു ദാവോ
നിങ്ങൾ ചികിത്സിക്കണം നിങ്ങളുടെ രോഗത്തിന്. സദഖ കൊണ്ട് നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങളെ രോഗത്തിന് പരിഹാരമുണ്ടാകാൻ, രോഗത്തിന് മരുന്നുണ്ടാകാൻ, രോഗത്തിന് ആശ്വാസമുണ്ടാകാൻ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖകൾ നിങ്ങളുടെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നു. എങ്ങനെ? കമാ യുത്ഫിഉൽ മാ, വെള്ളം കെടുത്തുന്ന പോലെ, അന്നാറ, തീന വെള്ളം കെടുത്തുന്ന പോലെ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മായിച്ചു കളയുന്നു, നശിപ്പിച്ചു കളയുന്നു സദഖ എന്നുള്ളതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സദഖ ചെയ്യാൻ വേണ്ടിയിട്ട്, ധാരാളം നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ധാരാളം കൊടുക്കാൻ വേണ്ടിയിട്ട്, കൊടുക്കുന്നതിന് ഒരുപാട് നന്മകളുണ്ട്. ആയിഷ ഉമ്മ നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ച കാരക്ക, നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ച ഈത്തപ്പഴം വന്ന യാചകർക്ക് കൊടുത്ത് വെറും വെള്ളം കുടിച്ചിട്ട് പിന്നെയും നോമ്പ് നോക്കിയില്ലേ? നോമ്പ് തുറക്കാൻ വേണ്ടി പ്രവാചക പ്രഭു കൊണ്ടുവന്ന കാരക്ക ഇതുപോലെ ഫാത്തിമ ഉമ്മ 3 ദിവസങ്ങളോളം 3 ദിവസവും കൊടുത്തില്ലേ? സദഖ ചെയ്തില്ലേ? ബാക്കിയുള്ളവരുടെ സന്തോഷമാണ്, അതാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞ് പട്ടിണിയിരുന്നിട്ട് ഫാത്തിമ ഉമ്മ കൊടുത്തില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചവർക്ക് ഉടുത്ത തുണി പോലും മാറ്റിക്കൊടുത്തില്ലേ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം കൊടുത്ത് കീറിയ ഒരു കരിമ്പിടമല്ലേ അവസാനം ഉടുത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വരുമ്പോ കീറിയ കരിമ്പിടം പതിച്ചുകൊണ്ട് വരുമ്പോ റസൂലുള്ള ചോദിക്കുകയാ, അല്ല ജിബ്രീലേ, എന്തേ കീറിയ വസ്ത്രമാണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, നബിയേ, കീറിയ കരിമ്പിടം പുതച്ചതുകൊണ്ട് ആകാശലോകത്ത് സകല മലക്കുകളോ കീറിയ കരിമ്പിടം പുതച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മലക്കുകളോ കീറിയ കരിമ്പിടം പുതച്ചു. നബിയേ, ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ അറിയാമല്ലോ, കേട്ട് കാണുമല്ലോ, എല്ലാവരും ഗോതമ്പ് എടുത്തു വെച്ചു. ഗോതമ്പ് എന്നല്ല, ഗോതമ്പ് ഗോദീന, രണ്ടും പറയുന്നോ? രണ്ടും പറയുന്നത് എല്ലാം നടക്കുന്നുണ്ട് അല്ലേ? എല്ലാം എല്ലാം മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഗോതമ്പ്, ഗോധി എല്ലാവരും എടുത്തു വെച്ചു. കൊടുത്തില്ല, ആ സീസണിന് കൊടുക്കാം. നീരുള്ളി എടുത്തു വെച്ച പോലെ അല്ലെ? നീരുള്ളിക്ക് വേണ്ടി മനുഷ്യനങ്ങാട് ഇടങ്ങേറാക്കിയില്ലേ? ചെറുപ്പക്കാർ ട്രോൾ എന്തൊക്കെ അടിച്ചില്ലേ? ഗിഫ്റ്റ് കൊണ്ടുപോയിട്ട് നീരുള്ളി കൊടുക്കല്, കല്യാണ എൻഗേജ്മെന്റിന് നീരുള്ളിന്റെ മാല, കല്യാണത്തിന് നീരുള്ളി മഹർ, ഇതൊക്കെ ആക്കിയിട്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാരക രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് ഉള്ളി, ചെറിയുള്ളി. ചെറിയുള്ളിക്ക് എന്താ പറയലേ? ചെറിയുള്ളി, നീരുള്ളി ചെറുതില്ലേ? പഠിച്ചോനെ, ചെറിയ നീരുള്ളില്ലേ? ചെറിയ സൈസ് ചെറുതല്ല, ചെറിയ ഒറിജിനൽ, അത് ചെറുതന്നെ, ചെറിയ സൈസിൽ നീരുള്ളി എന്നല്ലേ? അല്ല, കാരം കൂടുതലുള്ളത്. അതാണ് ശരിക്കുള്ള ഒരുപാട് ഷിഫ ഉള്ള ഒന്നാണ് ഈ നീരുള്ളി. ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പുതിയതായിട്ട് പോകുന്ന ഉംറക്കൊക്കെ പോകുന്ന ആൾ അവിടെ എത്തിയിട്ട് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ ആദ്യം എത്തിയ പാട് ലീലാഫി ഖുറൈശിയും ഒരു നീരുള്ളിയും പരിഹാരമാണ്. ഇനി പാരുங்க, ചൈനക്കല്ല പോകുന്ന 2 നീരുള്ളി എല്ലാം പിടിച്ചോളി അല്ലേ? ചൈന അങ്ങനെയാണ്. ഏത് നാട്ടിലേക്ക്, പുതിയ നാട്ടിലേക്കൊക്കെ പോവാണെങ്കിൽ, ബാംഗ്ലൂർ പോവാണ്, മൈസൂർ പോവാണ്, ഗോവയിലേക്ക് പോവാണ്, എവിടെ പോയി എത്തിയ പാടെ നീരുള്ളി ലീലാഫി ഖുറൈശി നോദിയിട്ട് നീരുള്ളി, അതായത് വലിയ ഉള്ളി, അത് സവാള, നീരുള്ളി ആകുന്ന ചെറിയ ഉള്ളി, അതാണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ വലിയ നീരുള്ളിയാകും, പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ലത് ചെറുതാ. അതും കൂടി തിന്നാൽ യാതൊരുവിധ ക്ലൈമറ്റുകളെ ചേഞ്ച് ആയതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അത് തടുക്കുന്നതാണ് ലീലാഫി ഓതുക. ഭക്ഷണ സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും തടുക്കാൻ ഭക്ഷണം കഴിച്ച് ലീലാഫി ഖുറൈശിൻ ലീലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഓതി ദുആ ചെയ്താൽ ഫുഡ് പോയ്സൺ, ചില ഫംഗ്ഷനൊക്കെ ഈ പെണ്ണുങ്ങളെല്ലാം യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്നല്ലേ, ഇതൊക്കെ തിന്നുമ്പോൾ ലീലാഫിയൊക്കെ ഓതുന്നത് നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ പോയ പോക്ക് കാണൂല, ചിലപ്പോ 2 ദിവസക്കാലം പോയിട്ട് കിടക്കേണ്ടി വരും. കാരണം ഈ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞത്, എന്തെങ്കിലും കലക്കിയിട്ടിട്ട്, എന്തെങ്കിലും ജെട്ട് ചെയ്ത് കേക്ക് എന്ന് പറഞ്ഞിട്ട്, അതല്ല മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് അല്ലേ?
ഒരു സ്ഥലത്ത് ഒരാൾ റമദാൻ മാസത്തിൽ ഒരു കടലാസ് പൂൾ എടുത്തോണ്ട് ടൗണിൽ അപ്പറേ പറവായിരുന്നു. ഞാൻ അയാളോട് കേട്ട പള്ളി വേണ്ട നോമ്പ് തുറക്കാൻ ടൈമായി ക്ലാസ് കഴിഞ്ഞിട്ട് പോന്നെ. അപ്പൊ ഇല്ലുസ്താദ് എന്ത് കൊന്തില്ലുസ്താദ് ഒരു എഴുതി തന്നല്ലോ ഇത് എവിടെ പോയാൽ കിട്ടില്ല. ഞാൻ കിട്ടി എവിടെ കിട്ടാന്ന് മറന്ന മെഡിക്കൽ അല്ല ഉസ്താദ് ഇത് എന്തൊരു സാമാണ് ജീൻസ് ഇല്ല ജീൻസ് എവിടെ ഇല്ല. ഞാൻ ചെല്ലി എന്തെങ്കിലും ഒരു പൊടി എടുത്തോണ്ട് പോറ് ഏത് അവള് വന്നിട്ടുണ്ട് ഇത് എവിടെ എഴുതിരട്ടെ അത് യൂട്യൂബ് നോക്കിട്ട് എഴുതി തന്നൊരു ഉസ്താദ് ഓളൂ ഈ പാപ്പ മെൻസ പെങ്കൂസ ഓ കടലാസ് എടുത്തോണ്ട് അപ്പറ പോന്നെ. ഞാനങ്ങല്ല പെപ്പർ പൊടിയാ എടുത്തോണ്ട് പൊട്ടി പോ ഇല്ലത് കിട്ടില്ല ഇന്നാക്കുന്നെ ഇന്നല്ലേ കൊടുക്കുന്നില്ല ഉള്ളത് കൊടുക്കുന്നത് അത് ഇട്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ആവാതിരിക്കുക ഏതെങ്കിലും ഒരു ഐറ്റം ആവും സെറ്റ് ആകുമ്പോ ഏതും ആകട്ടെ. അങ്ങനെയല്ല നമ്മൾ ഏത് ഭക്ഷണത്തിന് പോയിസൺ ഫുഡ് പോയിസൺ ഏതും മേശാതിരിക്കാൻ വേണ്ടിയിട്ട് ഈലാഫി ഖുറൈശിയും ഒരു നീറുള്ളി ഭക്ഷണത്തിന്റെ കൂടെ പച്ച ഉള്ളി തിന്നുന്നത് അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ല. നബി തങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിച്ചു നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണത്തിന്റെ മുകളിൽ പച്ച ഉള്ളി മുറിച്ചിട്ടപ്പോ റസൂലുള്ള തിന്നില്ല. ആ പാവപ്പെട്ട വീട്ടുകാരിയായ ഉമ്മ ചോദിച്ചു നബിയേ എന്തേ ഇത്ര കുറച്ച് ഭക്ഷണം? അള്ളാന്റെ റസൂല് പറഞ്ഞു അതിൽ നിന്ന് ഉള്ളി മാറ്റിയെടുക്കണം എന്നാ തിന്ന. അങ്ങനെ ഉള്ളിയുടെ ഭക്ഷണം ഉണ്ടാക്കി. കാരണം ഉള്ളിയുടെ സ്മെല്ല് ജിബ്രീലിന് ഇഷ്ടമല്ല, മലക്കുകൾക്ക് ഇഷ്ടമല്ല. വായയുടെ വാസന ഉണ്ടെങ്കിൽ മലക്കുകൾ അടുത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കുറച്ചതെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് ഭക്ഷണത്തിനെ കാണും മുമ്പ് ഒരു നാട്ടിലേക്ക് എത്തിയ പാടാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഫ്രൂട്ട്സ് ഒക്കെ തിന്നുമ്പോ ഭക്ഷണത്തിന് മുമ്പ് തിന്നുക. പച്ചങ്കായും കാര്യങ്ങളും ആപ്പിളും മുസുമ്പിയും ദ്രാക്ഷയൊക്കെ തിന്നുകയാണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ്. പിന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതാണ് പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയാണ് വെള്ളം കുടിക്കേണ്ടത്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ആരോഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഗോതമ്പ് ഒളിപ്പിച്ചു വെച്ചെല്ലാരും സീസൺ വരട്ടെ സീസൺ. പക്ഷേ ഒരു മഹാനുഭാവൻ മാത്രം ഉള്ളത്തര ഗോതമ്പ് നാട്ടുകാർക്ക് വിതരണം ചെയ്തു. എല്ലാവരും എടുത്തു വെച്ചു സീസൺ വരുമ്പോ കൊടുക്കാന്ന് കരുതിയിട്ട്. പക്ഷേ ഒരു അല്ലാഹുവിനെ ഭയമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മാത്രം ഗോതമ്പുകളെല്ലാം വിതരണം ചെയ്തു ചെറിയ പൈസക്ക്. പാവപ്പെട്ടവർക്ക് ഫ്രീ ആയി കൊടുത്തു. ഗോതമ്പ് തീർത്തു കളഞ്ഞു. ആ ചാക്ക് മാത്രം അവിടെയുണ്ട്. മാസങ്ങൾ കഴിഞ്ഞു നോക്കുമ്പോ എല്ലാവരുടെയും ഗോതമ്പ് കുത്തം വീണ് നശിച്ചുപോയി. എല്ലാവരുടെയും ഗോതമ്പ് ഹലാക്കായി. എല്ലാവരുടെയും ഗോതമ്പുകൾ നശിച്ചുപോയി. പക്ഷേ ആർക്കും ഗോതമ്പില്ലാത്തപ്പോ ഗോതമ്പ് കൊടുത്ത മഹാനുഭാവന്റെ ചാക്കുകളിൽ അല്ലാഹു തആല നാണയങ്ങളാ നിറച്ചു വെച്ചത്, കോയിൻസുകളാണ് നിറച്ചു വെച്ചത്. പാവപ്പെട്ടവർ വിശന്നിരിക്കുമ്പോ ഗോതമ്പുകൾ അടിച്ചു കൊടുത്ത മഹാനുഭാവന്റെ അവന്റെ ചാക്കിൽ അവന്റെ ബാഗിൽ പടച്ച റബ്ബ് തആല അല്ലാഹു തആല കൊടുത്തത് എന്താണെന്നറിയോ? ഒരുപാട് കോയിൻസുകളാണ്, ഒരുപാട് നന്മകളാണ്. അല്ലാഹു തആല റബ്ബ് തആല അല്ലാഹു തആലയല്ലേ കൊടുക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണം അല്ലാഹ്. മിനിങ്ങളെ അങ്ങനെ എത്രയെത്ര സംഭവമാണ്. ആ മുസ്ലിമായ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരു മുസ്ലിമായ യാചകൻ പോകുന്നു. കൈനീട്ടിയിട്ട് പോവുകയാണ്. കൈനീട്ടി പോയിട്ട് മുഹറം മാസത്തിലാണ്. മുഹറം മാസത്തിൽ കൈനീട്ടിയിട്ട് അവിടെ പോയി കൈകൾ നീട്ടിയിട്ടൊന്നും കൊടുത്തില്ല. അയാൾ പറഞ്ഞു അല്ല സഹോദരാ, ഖാലിയാണ്, ആലിമാണ്, മുതലാളിയാണ്, വലിയ പണക്കാരനാണ്, ഇക്കനൊക്കെ ആയിട്ടും അയാൾ കൊടുത്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞു മുഹറം 10 നാളാണ്, ഈ നാളിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു എന്തെങ്കിലും തരാവോ? കൊടുത്തില്ല. ഖാലിയാർ കൊടുത്തില്ല. നേരെ അടുത്തുള്ള വീട്ടിലേക്ക് കയറിയ മനുഷ്യൻ ക്രിസ്ത്യാനിയായ മനുഷ്യനോട് പറഞ്ഞു മുഹറം 10 ദിവസം മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു എന്തെങ്കിലും തരുമോ? കാത് കടിക്കുന്ന കാത് കൈവച്ച് ഞാൻ ബുദ്ധിമുട്ടാണ്. ഖാലിയാറോട് പോയി കിട്ടാത്ത ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി ക്രിസ്ത്യാനിയോട് പറഞ്ഞു മുഹറം 10 ബർക്കത്ത് മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു എനിക്ക് എന്തെങ്കിലും തരണം. അദ്ദേഹം മുസ്ലിമിനോട് ആ ക്രിസ്ത്യാനി ചോദിച്ചു എന്താണ് മുഹറം 10? എല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോ ഒരു നല്ല ഒരു എമൗണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം.
കഴിഞ്ഞില്ല. രാത്രി കിടന്നുറങ്ങി കാളിയാർക്ക് സ്വപ്നം കാണുന്നു. കാളിയാറ് സ്വപ്നം കാണുന്നു. എന്ത് സ്വപ്നമാണെന്നറിയോ? അള്ളാന്റെ റസൂലിനെ കാണുന്നുണ്ട്, കൊട്ടാരം കാണുന്നുണ്ട്, സലാം പറയുന്നു. റസൂലുള്ള സലാം മടക്കിയില്ല. 3 ദിവസക്കാലം ഈ നല്ല മനുഷ്യന്റെ സലാം റസൂലുള്ള മടക്കിയില്ല. 3-ാമത്തെ ദിവസം റസൂലുള്ള പറയുന്നു, സഹോദരാ, ഇത് നിനക്കുള്ള കൊട്ടാരമായിരുന്നു. നിന്റെ വീട്ടിലേക്ക് കൈനീട്ടി വന്ന യാചകനെ തിരിച്ചയച്ചുവല്ലോ. ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടെ അയൽവാസിയായ ക്രിസ്ത്യാനിയായ മനുഷ്യനിക്ക് അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഖാലിക്ക് സങ്കടം വന്നുപോയി. സ്വർഗീയ കൊട്ടാരമല്ലേ നഷ്ടപ്പെട്ടു പോയത്? ഖാലിയാർ നേരെ ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി. ക്രിസ്ത്യാനിയോട് ചോദിച്ചു, അല്ല സഹോദരാ, നിനക്ക് ഞാൻ എന്തെങ്കിലും നീ ചോദിച്ചത് തരാം. എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം, എന്റെ കൃഷി തരാം, എന്റെ എല്ലാം തരാം. പക്ഷേ ഒന്ന്, നിങ്ങൾ ചെയ്ത ഇവിടെ 3-4 ദിവസം മുമ്പ് വന്ന യാചകനായ മനുഷ്യനിക്ക് നിങ്ങൾ കൊടുത്ത സദഖ, അതിന്റെ കൂലി എനിക്ക് തരാമോ? അത് തന്നാൽ എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം. നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാം. ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഖാലിയോട് പറഞ്ഞു, അല്ല ഖാലി, ചതി വേണ്ട, ചതിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ കണ്ട പോലെ ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞാനും റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ഞാനിന്ന് ക്രിസ്ത്യാനിയല്ല, ഞാൻ മുസ്ലിമാണ്. എന്നോട് റസൂലുള്ള പറഞ്ഞു, ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങൾ കാണുന്ന കാലി കൊടുത്തിരുന്നെങ്കിൽ കാലി കൊടുക്കാത്തവർക്ക് നിങ്ങളല്ലേ കൊടുത്തത്. അതുകൊണ്ട് ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടേതാ. ഷഹാദത്ത് ചൊല്ലി ഞാൻ മുസ്ലിമായിട്ടുണ്ട് കാലിയാറെ. എന്നെ ചതിക്കാൻ വന്നതാണോ? സാധ്യമല്ല, ചതിക്കാൻ സാധ്യമല്ല. ഇന്ന് ഞാൻ മുസ്ലിമാ. നിങ്ങൾ കണ്ട പോലെ റസൂലുള്ളാഹിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, സ്വർഗീയ കൊട്ടാരവും കണ്ടിട്ടുണ്ട്. എളിഭ്യനായി കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഖാലിയാർ ഇറങ്ങിപ്പോയാ. അല്ലാഹുവേ, ധാരാളം നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാഹ്. ഖൈറും ബറകത്തും റഹ്മത്തും ധാരാളം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, എത്രയെത്ര സംഭവങ്ങളാണ്, എത്രയെത്ര ചരിത്രങ്ങളാണ്. അബൂ തൽഹ തങ്ങളും ഭാര്യയും കൂടെ ഭക്ഷണം കൊടുക്കാനില്ലാത്ത റസൂലുള്ള 3 തവണ നിന്ന് ചോദിച്ചു, ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ല. 3-ാമത്തെ തവണ അബൂ തൽഹ തങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോയി. വീട്ടിൽ ഭക്ഷണമില്ല. മക്കളെ കിടത്തി ഉറക്കിയിട്ട് അവർക്കുള്ള ഭക്ഷണം ലൈറ്റ് കിടത്തിയിട്ട് അബൂ തൽഹ തങ്ങളോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ തിന്നണ്ട, ലൈറ്റ് കിടത്തിയിട്ട് നിങ്ങൾ വെറും കൈയിട്ടാ മതി. വന്ന ആളുകൾ അവർ തിന്നുപോകട്ടെ. ഭാര്യ തിന്നില്ല, അബൂ തൽഹ തിന്നില്ല, മക്കള് തിന്നില്ല. വന്ന വിരുന്നേർക്ക് ഭക്ഷണം കൊടുത്തു. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് അബൂ തൽഹ പോകുമ്പോ റസൂലുള്ള പറയാ, യാ അബാ തൽഹ, തഅജ്ജബ റബ്ബുകുമാ മിൻ ഫീലികുമാ. നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ രണ്ടാളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ രണ്ടാളുടെ റബ്ബ് അല്ലാഹു അത്ഭുതപ്പെട്ടു പോയി. മിൻ ഫീലികുമാ, നിങ്ങൾ രണ്ടാള് വീട്ടിലേക്ക് വന്ന മുത്തല്ലിം മക്കൾക്ക്, വീട്ടിലേക്ക് വന്ന പാവപ്പെട്ടവർക്ക് നിങ്ങൾ രണ്ടാള് കൂടിയിട്ട് ഭക്ഷണം കൊടുത്തില്ലേ? ഐഡിയ നടത്തില്ലേ? സീക്രട്ട് ചർച്ച നടത്തില്ലേ? ഭക്ഷണം കഴിച്ചതുപോലെ അഭിനയിച്ചില്ലേ? ഇത് കണ്ടിട്ട് തഅജ്ജബ റബ്ബുകുമാ, നിങ്ങളെ പടച്ച അല്ലാഹു പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അബൂ തൽഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവരുകൾ 1000 ഒട്ടകത്തിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട്, അതിന്റെ പ്രതിഫലം കേട്ടിട്ട്, അതിന്റെ നന്മകൾ കേട്ടിട്ട്, അള്ളാന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അതിനെ കിട്ടുന്ന 700ഉം അതിനെ കാണും. കമസലി ഹബ്ബ, ഒരു വിത്ത് പോലെ. ആ വിത്ത് അത്ഭുതമാം ഖുർആൻ പറഞ്ഞില്ലേ, 7 കൊല
കൊലയുണ്ട്, ഓരോ കൊലയിലും 100 വിത്തുണ്ട്. അങ്ങനെ 700 ഇരട്ടി പ്രതിഫലമാണ്. 1 റുപ്യ കൊടുത്താൽ, ഒരു ബിരിയാണി കൊടുത്താൽ 700 ബിരിയാണി കൊടുത്ത പോലെ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഒരു 700 ഗ്ലാസ് വെള്ളം കൊടുത്ത പോലെ, അതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല പടച്ച റബ്ബ് തആല അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് അമലുകൾ, ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യണ്ടയോ? നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുന്നവരാകണം, ധാരാളം സദഖ ചെയ്യുന്നവരാകണം. വീട്ടിൽ ഭക്ഷണം ബാക്കി വന്നതുപോലും ജീവികളുടെ മുമ്പിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലിയിട്ട് കോഴിക്കിട്ട് കൊടുത്താൽ, ബാക്കിയായ മുള്ളു എല്ലുകൾ പൂച്ചക്കിട്ട് കൊടുത്താൽ, ബിസ്മിയും ചൊല്ലിയിട്ട് നീ ഇട്ട് കൊടുത്താൽ അല്ലാഹു അതിന് പ്രതിഫലം തരുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന പ്രാവ്, മാടപ്രാവ് ഈ മാടപ്രാവ് വീട്ടിന് പരിസരത്ത് വരുമ്പോ അതിന് ഗോതമ്പ് എറിഞ്ഞു കൊടുത്തില്ലേ? ഇതെല്ലാത്തിനും വളരെ ബുദ്ധിയുള്ള ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് മാടപ്രാവ്. ഇത് വീടുകളിലേക്ക് വന്നാൽ അതിന് നമ്മൾ ഭക്ഷണം എറിഞ്ഞു കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ കോഴി വന്നു, കോഴിക്ക് അരി എറിഞ്ഞു കൊടുത്തു, ഭക്ഷണം എറിഞ്ഞു കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ ആട് വന്നു, ആടിന് കുടിക്കാൻ കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ പശു വന്നു, പശുവിന് ഇലകൾ പറിച്ചിട്ട് കൊടുത്തു. ആട് വന്നപ്പോ ചക്കയുടെ ഇലകൾ പറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ നീ ചെയ്താൽ അതെല്ലാം നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതോ അപ്പുറത്തെ വീട്ടുകാരന്റെ പൂച്ചക്ക് വിഷം വെക്കുന്ന ഉമ്മമാർ, അപ്പുറത്തെ വീട്ടുകാരുടെ കോഴിന്റെ കാല് പൊളിച്ചിട്ട് പറഞ്ഞേക്കുന്ന ഉമ്മമാർ, അപ്പുറത്തെ വീട്ടുകാരുടെ കാട്ടിന് കല്ലെറിയുന്നവർ. കല്ലെറിയാത്ത ആൾ എറിയും. കഷ്ടപ്പെട്ടിട്ട് ഒരു പൂവിന്റെ തൈ ഏത് നല്ല കൊണ്ടിട്ടില്ലേ, ഗാർഡനക്ക് പോയിട്ട് 400 റുപ്യ കൊടുത്തിട്ട് 4 ചട്ടിയിൽ കൊടുത്തിട്ട് വെച്ചിട്ടില്ലേ, മക്കളെ പോലെ ഈ പൂവിന്റെ തൈനെ പോറ്റി വളർത്തിയിട്ടാണ് സകലത്ത് നിന്റെ ഒരു അഡ്രസ്സും ഇല്ല. ആട് വരിക, തിന്ന. സ്വന്തം വീട്ടിൽ ആട് പോറ്റാൻ കഴിയാത്തവർ പോറ്റണ്ട. സ്വന്തം വീട്ടിൽ പോറ്റാൻ പറ്റുന്നവർക്ക് വീട്ടില് ആട് ബറക്കത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം കൊടുക്ക് മുഅ്മിനീങ്ങൾ. ജീവിതം കൊടുത്തു തീർക്കുക ഉള്ള സമ്പത്ത് എല്ലാം അല്ലാഹു തആല അതിന് ഇരട്ടിയുള്ള പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലി അൻഫുസികും. പോന്നിയാ അജർ പോന്നിയാ മതിയാ നിപ്പിക്കണം തങ്ങ വർത്താ നിപ്പിക്കണം വർത്താ തെല്ല് നോക്കാം. കുറച്ച് പറഞ്ഞിട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. ആര് പോണ്ട അതാ ബൈക്ക് മൂത്രയിത്താനാ മൂത്രയി വർക്കത്താകട്ടെ. വയസ്സുള്ള ആളുകൾക്ക് അങ്ങനെയാണ്. എന്താവില്ല പഴയ കാലത്തുള്ള മഹാന്മാരൊക്കെ പണ്ടത്തെ തലയൊക്കെ മറച്ച് നല്ല മനുഷ്യന്മാർ. അല്ലാഹു നീ ബർക്കത്താക്കണേ റഹ്മാൻ. വയദിന്റെ സദസ്സിലൊക്കെ ഇരുന്ന വയലൊക്കെ തീർന്ന് നല്ല റാഹത്തോടെ പിരിഞ്ഞു പോകുന്നവരാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. എൻ്റെ ഒരു സുഹൃത്ത് സുലിബയിലെ ഉബൈദ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ പെങ്ങൾ ഈ പരിസരത്താണ്. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഫർസാന എന്ന് പറയുന്ന ഒരു സഹോദരി, ക്ലാസ്സിലും ദീനിലും കാര്യങ്ങളിലൊക്കെ വളരെ മുമ്പന്തിയിലുണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. ഇടെ അത് ആ വീട്ടിൽ പോയി ദുആ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചെറിയൊരു രോഗം ബാധിച്ച് പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹുവേ കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ആളടക്കയിലൊക്കെ പ്രസംഗത്തിന് ഞാൻ പോയപ്പോൾ അവിടെയൊക്കെ വന്നിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു. ദീനിനോടും ക്ലാസ്സിനോടൊക്കെ വളരെ മഹബത്തുള്ള ഫർസാന എന്ന് പറയുന്ന ഒരു ഉമ്മ 4 മക്കളെ യതീം മക്കളാക്കിയിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി. എൻ്റെ സുഹൃത്തിന്റെ പെങ്ങളാണ്. അല്ലാഹുവേ ഫർസാന എന്ന് പറയുന്ന ഉമ്മയുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ആ 2 ആൺമക്കളും പെൺമക്കളും ആ മക്കളിലേക്ക് നീ ഖൈറും ബറക്കത്തും റഹ്മത്തും ചൊരിയണേ അല്ലാ. ആ ഫർസാനയുടെ ഉമ്മ അടക്കമുള്ള ഭർത്താവ് അടക്കമുള്ള കൂട്ടുകുടുംബം ആ മക്കളെ എല്ലാം അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ആ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്ന മക്കളാൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. വേറെയും ഒരുപാട് ആളുകൾ ഒരു ഖൈറുനിസ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ഓപ്പറേഷന് കൊണ്ടുപോയിട്ടുണ്ടെന്നും ദുആ ചെയ്യാനൊക്കെ ഏൽപ്പിച്ച അല്ലാഹു നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാ. അതുപോലെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമുള്ള രോഗികൾ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവിനോട് നമ്മൾ പടച്ച റബ്ബിനോട് സമ്പത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സദഖകളുടെ നന്മകൾ എന്താണ്? മഹാന്മാര് പറയുന്നു മഹ്വുദ്ദുനൂബി വൽ മാസി,
തെറ്റുകളെല്ലാം മായ്ച്ചു കളയുന്നു. നമ്മൾ കൊടുത്ത ഭക്ഷണം, നമ്മൾ കൊടുത്ത സദഖ, നമ്മൾ എന്തെല്ലാം കൊടുത്തു, ആർക്കെല്ലാം കൊടുത്തു? പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലേ? ഉമ്മമാരെ, കീറി പറഞ്ഞതല്ല കൊടുക്കേണ്ടത്, കീറിയ വസ്ത്രമല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത്. ഒരു പുതിയ ചുടിദാർ പീസ് ഉള്ളത് എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തു. കീറി പഴയതായി എന്നും പറ്റാത്തപ്പോ പഴയ ഡ്രസ് ഉണ്ട് എത്ത പോണ്ടാറാ, പഴയ ഡ്രസ് ഇവക്കാൻ സ്ഥലമില്ല, കത്തുപാട്ടകോ ജാഗയില്ല. അപ്പ ആരെങ്കിലും വന്നപ്പോ പഴയ ഡ്രസ് ഉണ്ട് തർച്ച. പഴയതല്ല കൊടുക്കേണ്ടത്, കൊടുക്കണ്ടെന്നല്ല, പഴയത് കൊടുക്കി അതിന്റെ കൂടെ പഴയതൊരൊട്ട് ഒരു പുതിയതുണ്ട്, ഒരു ചൂടി പീസ് ഇതാ. ബിസ്മില്ലാ. ഉമ്മമാരെ, ഏറ്റവും നല്ല ഖൈറായത് കൊടുക്കുന്നവരാകണം. അങ്ങനെ കൊടുത്താൽ അറിഞ്ഞോ അറിയാതെയോ, അറിയാതെ നോക്കിപ്പോയ സീരിയലില്ലേ, അറിയാതെ നോക്കിപ്പോയ ചാറ്റിംഗ് ഇല്ലേ, അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റമില്ലേ, ബാല്യത്തിൽ ആരും അറിയാതെ ചെയ്ത കുറ്റമില്ലേ, ഇത് അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ ഈ സദഖ മതിയാകുമെന്ന് ഗൾഫുകാരാണ് കൊടുക്കുന്നത്. പ്രവാസികളെ കണ്ട് പഠിക്കണം. എന്തോരു ഹിമ്മത്താണ് അവർ. സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നവരവരാണ്. എല്ലാ യതീംഖാനകളും, എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ പള്ളി ദർസുകളും, എല്ലാ നാടിന്റെ അഭിവൃദ്ധിയും ഗൾഫിൽ പോയി ചോരനീരാക്കി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരില്ലേ, ഇവരുടെ രക്തം നീരാക്കി ഇവർ അധ്വാനിച്ചതിന്റെ ഫലമാണ് നാടുകളിൽ കാണുന്ന ഈ ഐശ്വര്യോ. ഗൾഫുകാർക്ക്, പ്രവാസികൾക്ക് ഉമ്മിനെ നാട്ടിലേക്ക് വരുമ്പോ അവരെ ബുദ്ധിമുട്ടിക്കാതെ പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരൊറ്റ വയലും നടക്കരുത്, ഒരൊറ്റ സ്വലാത്തും നടക്കരുത്, ഒരൊറ്റ ഹൽക്കയും നടക്കരുത്. ഈ പ്രവാസികൾക്ക് ഉറൂസിന് കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അദ്ദാദിന് കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നാടുകളിൽ നടക്കുന്ന നന്മയിൽ കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ മക്കളെ പോറ്റാൻ, കുടുംബം പോറ്റാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, പാവപ്പെട്ടവരുടെ കണ്ണീര് തുടക്കാൻ പ്രവാസികൾ പെടുന്ന പാടില്ലയോ? എല്ലാം മറന്നിട്ട് ഈ സമുദായത്തിലെ ചെറുപ്പക്കാർ നൽകുന്ന ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ, അല്ലാ പ്രവാസികളായ നാട്ടുകാര്, ഭർത്താക്കന്മാര്, മക്കള്, കുടുംബങ്ങൾ, കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ, നാടും പേരും അറിയില്ലെങ്കിൽ എല്ലാം അറിയുന്ന അല്ലാ എല്ലാ പ്രവാസികളെയും നീ ഖൈറിലും ബറക്കത്തിലും റഹ്മത്തിലുമാക്കണേ അല്ലാ. അവരുടെ നിയമസംബന്ധമായ കമ്പനികളിലും മറ്റും അനുഭവിക്കുന്ന മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അവർക്ക് ഖൈറായ ജോലി, ഖൈറായ കച്ചവടം എല്ലാം നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ദോഷങ്ങളെല്ലാം മാഞ്ഞു പോകാൻ ധാരാളം സദഖ ചെയ്യണേ. അൽ വിഖായത്തു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ നൽകുന്ന സദഖയില്ലേ, നീ കൊടുത്ത സദഖയില്ലേ, നീ ചെയ്യുന്നതെല്ലാം നാളെ ആരാരും കൂട്ടിനില്ലാത്ത ഖബർ. ഭർത്താവ് എവിടെ ഇല്ലല്ലോ, ഭാര്യ എവിടെ ഇല്ലല്ലോ, മക്കൾ എവിടെ ഇല്ലല്ലോ. പാമ്പ് കണ്ടാൽ പേടിക്കുന്നവർ, പല്ലി കണ്ടാൽ പേടിക്കുന്നവർ, പാറ്റ കണ്ടാൽ പേടിക്കുന്നവർ, തവള കണ്ടാൽ പേടിക്കുന്നവർ, ഇതിനൊക്കെ പേടിയുള്ളവരല്ലേ ഉമ്മ. ആരും കൂട്ടിലില്ലാത്ത ഖബറിൽ വരുന്ന ചെറിയ ചെറിയ പാമ്പുകൾക്ക് 40 തലയുണ്ട്. ആരും കൂട്ടിലില്ലാത്ത ഖബറിൽ വരുന്ന തേളുകൾക്ക് 10ഉം 15ഉം കൊത്താനുള്ള കൊമ്പുകളുണ്ട്. അത്ഭുതമാണ്. ആരും കൂട്ടിലില്ല, തിരിയാനും അറിയാനും കഴിയില്ല. ഈ ഖബറിലേക്ക് എത്തുമ്പോ മുൻകർ നകീർ അലൈഹിമാ മിനല്ലാഹിസ്സലാം, അവർ കടന്നു വരുമ്പോ, മുൻകർ നകീർ വരുമ്പോ ഖബറിൽ ഇസ്സത്തോടെ കിടക്കണോ. ധാരാളം സദഖ ചെയ്യണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. അബുല്ലൈസ് സമർഖന്ദി തങ്ങൾ അവர்கள் ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ 4 കാര്യം പറഞ്ഞു. അതിൽ ഒന്ന് അസ്സദഖത്തു, ധാരാളം സദഖ ചെയ്യലാണ്. സമ്പത്ത് ചെയ്യലും കട്ടിട്ട് കൊടുക്കണ്ട. ചില ആളുകളൊക്കെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് കക്കുക, പേഴ്സിൽ നിന്ന് കക്കുക, പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് കക്കുക. കക്കാൻ പാടില്ല. പുരുഷന്മാരും ബുഖ്ലും ചെയ്യാം. ഭാര്യമാർക്കൊരു എമൗണ്ട് കൊടുക്കണം. ഭർത്താക്കന്മാർ നിനക്കെതിന് പൈസ, നിക്ക് വേണ്ട നാട്ടല്ല, നിക്കെന്ത് കാസ്, നിക്കുന്നല്ല കാസ്, നിക്കുന്നത് കാസ്. ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പെണ്ണിങ് എന്താക്കുന്നേ, എല്ലാം കട്ടിട്ട് ഒളിപ്പാട്ടി വെക്കുന്നത്. എവിടെ ഒളിപ്പാട്ടി വെക്കുന്നേടെ? മുസാഫിന്റെ ഇടയിൽ ഈ പായ ഓട തേടി മുസാഫ് തേടല്ല. പെണ്ണിങ്ങ പൈസ വെക്കുന്ന ജാഗ ഞാൻ ഇപ്പൊ ചെല്ല. ഒന്ന് മുസാഫ്, ഒന്ന് നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളിൽ, പിന്നൊന്ന് മുസല്ലന്റെ ഉള്ളിൽ, പിന്നെ സോപ്പിന്റെ പെട്ടിയിൽ അല്ലെ, പിന്നെ ക്രീമിന്റെ ബോക്സിൽ, പിന്നെ പല പറയുന്നുണ്ട്. പെണ്ണ് ബംഗാറിന്റെ പെട്ടിന്റെ അടിയിൽ ഒട്ടായിരിക്കുന്നു. അടി തള്ളിയിട്ട് വെക്കുന്നത് പൈസ 500ന്റെ 1000ന്റെ 2000ന്റെ നോട്ടാക്കി ജാഗ്രതയിൽ വെക്കുന്നത്.
ഒരു ഉമ്മ ചെല്ലിയ ഉണ്ടല്ല നിന്റെ തൊട്ടെങ്കോ എന്റെ കപ്പന്റെ തുണി തൊട്ടിട്ടുണ്ടാന്ന് അങ്ങനെ ആര് തൊട്ടിട്ടില്ല. ഉമ്മാന്റെ ആയ്മാനോ ബലമാന്റെ വസിയത്ത് കപ്പന്റെ തുണി തൊടണ്ടാന്ന്. നമ്മളെ മൂപ്പർ നോട്ട് നിഷേധാക്കിയപ്പോ 1,00,000 ചില്ലറ റുപ്യ കപ്പന്റെ തുണി നീ എടുത്തത് ബലമ. ഇത്ര എന്തിനീ കപ്പന്റെ തുണി തൊടണ്ടല്ലേ? ഇതിൽ ചുറ്റി വെക്കുന്നത്. ഇല്ലമ്മ എന്റെ പൈസ ഞാൻ എന്റെ ഒന്നും ഇല്ലമ്മ. ഇല്ലമ്മ നീ എന്താ കൊണ്ടാക്ക താമ ഈ താമ 500 രൂപയൊക്കെ വെച്ച് കപ്പന്റെ തുണിയിൽ ഉണ്ടാ. അതിന്റെ കുറച്ചില പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ വേണോ? ജാഗ്രത തന്നെ. കട്ടിട്ട് വെക്കണ്ട മാത്രം. കക്കുന്ന പോലെ ആണുങ്ങ ഒരു എമൗണ്ട് ഭാര്യയുടെ പിടിച്ചോ ബർക്കത്തിന്. എന്തിന് ഇരിക്കട്ടെ, നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഒരു എമൗണ്ട് ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കണം. എപ്പോഴും എന്താവശ്യം വരുമെന്ന് പറയാൻ കഴിയില്ല. ഒരു എമൗണ്ട് നമ്മുടെ ഭാര്യയുടെ കയ്യിൽ വേണം. എന്താ 5,000 രൂപ ഭാര്യയുടെ കൈ കൊടുത്ത് എന്താകും? ഒന്നും ആവില്ല. ഭാര്യയുടെ കയ്യിൽ ഒരു എമൗണ്ട് കൊടുക്കണം. കാരണം ചിലപ്പോ ബുദ്ധിമുട്ട് വരാം, രോഗം വരാം, ഭാര്യക്ക് യാചിക്കുന്ന യാചകർ വരാം. സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഉപ്പയോട് ചില ആളുകള് ഉമ്മാക്ക് പൈസ അയച്ചു കൊടുക്കും. അത് ഉമ്മാക്ക് തന്നെ. ഇയാൾക്ക് ഒരു റൈറ്റും ഇല്ല. ബാസായിട്ടാകുമ്പോ ആരുമില്ല. മക്കാര് കൊടുക്കും. ഉപ്പയുടെ കയ്യിൽ ഒരു എമൗണ്ട് മക്കൾ കൊടുക്കണം. അബ്ബകന്ത് കാസ് നങ്ങ സാമാൻ നങ്ങെടുക്കരുത്. കറണ്ട് ബിൽ അബ്ബക്ക് വേണം. അബ്ബക്കും നാണക്കേട്. പള്ളിയിൽ പോകുമ്പോ മുസാഫിർ വരുമ്പോ ഒരു 10 റുപ്യ മുസല്ലക്കിടാൻ ഒരു ഉസ്താദന്മാർക്ക് ഒരു കൈമടക്കണം ഉപ്പാക്ക് തോന്നി. ഇതിന് മക്കൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. പണ്ട് കൊടുത്തിട്ടില്ല. നടക്കുന്ന ജാഗ കേട്ടിട്ട് ബൈ കേട്ടിട്ട് കൊടുത്തിട്ടില്ല. അയാള് പണ്ട് ഒരു ഗ്ലാസ് തണ്ണി കൊടുത്തിട്ടില്ല. ഇപ്പൊ ബാസാമാസെ ഇന്നലെയും കൊടുക്കത്താൻ ഇപ്പൊ ഇല്ല. എന്നോട് കൊടുക്കത്ത നിനക്ക് അത്തെന്ന് പറഞ്ഞുകൊണ്ട് പോണത്തരല്ലാതെ എന്തില്ല. ആവട്ടെ ഇപ്പോഴാണെങ്കിലും മക്കളെ നിങ്ങളുടെ വാപ്പമാർക്ക് സ്വതക്ക ചെയ്യാൻ, ഉമ്മമാർക്ക് സ്വതക്ക ചെയ്യാൻ, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ, പള്ളിക്ക് കൊടുക്കാൻ, മദ്രസക്ക് കൊടുക്കാൻ ഒരു എമൗണ്ട് നമ്മുടെ മക്കൾ ഈ മക്കളൊക്കെ ശ്രദ്ധിക്കണം. ഉപ്പമാരുടെ ഉമ്മമാരുടെ കയ്യിലേക്ക് ഒരു എമൗണ്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലാ അല്ലാ നീ ഖൈർ നൽകണേ അല്ലാ. പെരുന്നാളൊക്കെ വരുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് അല്ലെ? മക്കൾക്കൊക്കെ ആശായിരിക്കും. ചെറിയ മക്കളൊക്കെ പൈസ പെരുന്നാളിന്റെ കാസ് കൂടെ ഉണ്ട്. പെരുന്നാളിന്റെ കാസ് ഇല്ല. ഇവിടെ എന്തില്ലല്ലോ പഠിച്ചത്. വെള്ളമില്ല, തബളയില്ല, പാരിവളമില്ല, ഗോതമ്പില്ല. പിന്നെ പെരുന്നാളിന്റെ പൈസ ഇല്ലേ? ഉണ്ട്. നീ കൊടുക്കുന്ന അതാ ഉണ്ട്. കൊടുക്കുന്ന തമ്മില്ല. കൊടുക്കണം. നമ്മുടെ ഇപ്പാപ്പ പോയിട്ട് റമദാനിലെ ചില്ലര 100 രൂപ 10 ചില്ലര ഓർക്ക് എത്രയെന്നൊന്നും അറിയില്ല. എത്ര ഇപ്പത്തെ മക്കൾക്ക് അറിയുന്നു. കളർ നോക്കിയിട്ട് മനസ്സിലാക്കുന്നു. ഏതുമായിട്ട് കുറച്ച് ചില്ലര പൊടി ചില്ലര ഒരു നോട്ടെങ് 10 രൂപ 2 കൊടുത്തെങ്കിൽ മക്കൾക്ക് ഭാര്യകോസ് മരിക്കോള ചൊല്ലു കണ്ട ബോബ എന്തു അയാൾ പെരുന്നാൾക്ക് എപ്പോൾ തന്നോ എന്ത് കാസ് ബോബാന ഓർമ്മിക്കാൻ പുള്ളിയൊക്കെ പെരുന്നാക്ക് എന്താക്ക പെരുന്നാളമ്മ റെഡിതാ പെരുന്നാളിലെ കാസ് അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ പഠിപ്പിക്കുക. മക്കൾക്ക് ധാരാളം കൊടുക്കാൻ പഠിപ്പിക്കുക. ചില ആൾക്ക് കൊടുക്കുന്നേന്ന് പറഞ്ഞെങ്കിൽ വേജാ. ഞാൻ ഒരു സ്ഥലത്ത് എനിക്കറിയാം, ഒരു ഉസ്താദ് രാജിവെച്ചിട്ട് പോയി. ഇന്ന് രാജിവെച്ച പ്രശ്നമാക്കിയാ ലൈവിൽ എന്ന് രാജിവെച്ച ഒരാള് 1 വർഷം മോലത് പോയപ്പോ ഗംട്ടേപ്പിട്ട കാസ് കൊടുത്ത അയാൾ സബുറാക്കി. ഗംട്ടേപ്പിട്ട് ഇത് എടുക്കുന്നില്ലല്ലേ? ഇതിനെ ചുറ്റിട്ട് ഉസ്താദിന്റെ കേസ് കെട്ടിളക്കിന്. ഇതിനെ കേൾക്കാനാണ് ഗംട്ടേപ്പുണ്ട്. മണ്ണിട്ട് അയാൾ പോയി. നെക്സ്റ്റ് പോയപ്പോ 2 സൈഡിലുണ്ട് ഗംട്ടേപ്പ്. ഇയാൾ പെട്ടെല്ലാം കെട്ടി റെഡിയാക്കി ജുമുഅക്കെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം വാതല ചലിച്ചല്ലി ഈ ഗംട്ടേപ്പ് ഇട്ട പൈസ തന്ന ആള് ഉപ്പാന്റെ ഖബർ കൊണ്ടിട്ട് പൂക്കി ഒറ്റ പാച്ചലിയാണ്. പിന്നെ നിന്നിട്ടാണ് കുറച്ച് ഞങ്ങൾ ഉസ്താനെ പോലെ പാപ്പന്നല്ല കുറച്ചൊരു സീൻത്രിയാണ് ആള്. എപ്പോഴും ഗംട്ടേപ്പ് ഇട്ടിട്ട് ചില അങ്ങനെ ആക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു പള്ളിന്റെ ഒരാൾ ഉസ്താദിന് ശമ്പളം കൊടുക്കുമ്പോൾ 500 രൂപ നോട്ടിൽ ഗംട്ടേപ്പ് ഉണ്ട്. സെക്രട്ടറി വെച്ച് ഉസ്താദിൽ ഒന്നുള്ള ഗംട്ടേപ്പ് ഉണ്ടോ? അപ്പൊ ഇയാൾ സെക്രട്ടറി വേറെ പറയുന്നത്ര പാസ് ഔട്ട് എന്നിട്ട് ഉസ്താദ് കൊടുത്തേന്ന് കണ്ട. ചില ഗംട്ടേബിൾ എന്റെ അബ്ബിക്കുന്ന വെള്ളിയാഴ്ച ദബ്ബിക്ക് 10 രൂപ ഫസ്റ്റ് ഇട്ട് എന്റെ 10 രൂപ എവിടെ അങ്ങടി പോയി എടുക്കല ദബ്ബിക്കിടുന്ന ആർക്ക് വേണ്ടത് പഠിച്ചോനിയായി. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. രണ്ടാമത്തത് ഖബറിന്റെ അദാബിൽ നിന്ന് അവനിക്ക് രക്ഷയാണ്. മൂന്നാമത് അൽ വിഖായത്തു മിൻ അദാബിന്നാർ നരകത്തിന്റെ തീയെ തൊട്ട് കാവലാകാൻ രക്ഷയാകാൻ സദഖ ചെയ്യണേ. അതുപോലെ എല്ലാ രോഗത്തിനുമുള്ള ശിഫയാണ്, ചികിത്സയാണ് സദഖ എന്ന് പറഞ്ഞാൽ. രോഗങ്ങൾ തട്ടുപോകാൻ, മാരക രോഗങ്ങൾ പടർന്ന് പന്തലിക്കുകയല്ലേ, അറിയാതെ ക്യാൻസർ രോഗം പടർന്ന് പന്തലിക്കുകയല്ലേ, ചെറിയ പിഞ്ചു മക്കൾക്ക് ഷുഗർ, ചെറിയ പിഞ്ചു മക്കൾക്ക് ഹാർട്ടിൽ തുളയാൻ, മാറാവ്യാധി രോഗങ്ങൾ പടർന്ന് പന്തലിക്കുകയാണ്. രോഗങ്ങൾ വരാതിരിക്കാൻ നല്ല നിയ്യത്തോടുകൂടെ നല്ല സദഖ ചെയ്യണേ.
അതുപോലെ അഞ്ചാമത്തേതാ തഫ്ഉൽ ആഫാത്ത്, ആഫത്ത് മുസീബത്തുകളെ തടുക്കാൻ, ആക്സിഡന്റുകളെ തടുക്കാൻ, അപകടങ്ങളെ തടുക്കാൻ, കൈകാലുകൾ മുറിക്കപ്പെടുന്നതിനെ തൊട്ട് തടുക്കാൻ, റോട്ടിൽ വീണ് മരിക്കുന്ന മരണത്തെ തൊട്ട് തടുക്കാൻ ധാരാളം സദഖ ചെയ്യണേ. ധാരാളം സദഖ ചെയ്യുന്നത് കൊണ്ട് ആഫത്ത് മുസീബത്തുകളെ തടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെയോ ആറാമത്തെ ദുആഉൽ മലായിക, അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആ ഉള്ള കൂട്ടരാണ് ധാരാളം സദഖ ചെയ്യുന്നവർ. ധാരാളം സദഖ ചെയ്യുന്നവർ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയുണ്ട്. സദഖ കൊടുത്തിട്ട് ഒരു ദ്വാരന്നിട്ടില്ല, പള്ളിയിൽ ദ്വാരന്നിട്ടില്ല എന്നൊക്കെ പറയും. കാസരക്ക് മാത്രം ദ്വാരക്കരെന്ന് പറയും. അല്ല, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹ് കൊടുക്കാനില്ലാത്തവർക്ക് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്കുള്ള സംഭാവനയുടെ വക്കത്ത് ബിസ്മില്ലാഹ്. അല്ലാഹു നീ ബർക്കത്താക്കണം റഹ്മാനെ, നീ സന്തോഷം നൽകണേ റഹ്മാനെ. ധാരാളം കൊടുക്കുക. അല്ലാഹു കൊടുത്തതനുസരിച്ചുള്ള ബർക്കത്ത് അല്ലാഹു നൽകണം റഹ്മാനെ. മലക്കുകളുടെ ദുആയുണ്ട് കൊടുത്തവർക്ക്. അല്ലാഹുവേ, പാവപ്പെട്ടവർ അവരുടെ കഴിവനുസരിച്ച് കൊടുക്കുന്നു, പണക്കാർ അവരുടെ കഴിവനുസരിച്ച് കൊടുക്കുന്നു. എല്ലാ കൊടുക്കുന്നവർക്കും ഉസ്താദിന്റെ ദുആയല്ല, തങ്ങളുടെ ദുആയല്ല, അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹു ദുആക്ക് ഉത്തരം ചെയ്യുന്ന ആളുകളാണ്. ആ മലക്കുകളുടെ ദുആ ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അൽ ബറകത്തു ഫിൽ അംവാൽ, അവന്റെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നു. കൊടുത്താൽ അവരുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നു. പത്താം മൈലിലാണ് എല്ലായിടത്തും സ്റ്റേജിലുണ്ട്. നല്ല ബർക്കത്താക്കട്ടെ. എവിടെ പോകുമ്പോണ്ടല്ലേ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാ പരിപാടിക്ക് എത്തുന്നു. എല്ലാത്തിലും സ്റ്റേജിൽ വന്നിട്ട് ബർക്കത്തിന് വേണ്ടി സ്റ്റേജിൽ ഇരുന്നിട്ട് പോകുന്ന ആള് ബർക്കത്ത് അല്ലാഹു നീ അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ. എന്തെങ്കിലും പേര് വേണ്ടെന്ന് പറയുന്ന ബർക്കത്താക്കണം. എല്ലാ തങ്ങന്മാർ ഉസ്താദ്മാർ ഏടുണ്ട്. ആടെ വന്നിട്ട് ഒരു ബർക്കത്തിന് വേണ്ടി സ്റ്റേജിൽ ഇരുന്നിട്ട് ഉസ്താദ്മാർക്ക് കയ്യെല്ലാം കൊടുത്തിട്ട് പോകുന്ന ഒരാൾ. അല്ലാഹ് നീ ബർക്കത്താക്കണേ. അല്ലാഹ് സദസ്സിലിരിക്കുന്നവർക്കും ബർക്കത്താക്കണം. ഇപ്പൊ എല്ലാവർക്കും തോന്നുന്നു ഞാൻ പോയിട്ട് സ്റ്റേജിൽ ഇരുന്നെങ്കാവാന്ന് വേണ്ട. തൽക്കാലം ഇരിക്കുക. അല്ലാഹു ഇരിക്കുന്ന എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും റഹ്മത്തും ഏറ്റി കൊടുക്കണേ. അല്ലാഹ് പിന്നെയോ അൽ ബറകത്തു ഫിൽ അംവാൽ, മുതലിൽ ബർക്കത്തുണ്ടാകാൻ നല്ലതാണ്. ധാരാളം സദഖ ചെയ്യുക. എട്ടാമത്തെ കാര്യം തുമഅനീനത്തുൽ ഖൽബ്, മനസ്സിന് വല്ലാത്ത സമാധാനമാണ്. ഈമാനുള്ളവർക്ക് എന്തെങ്കിലും ഈമാനുള്ളവർക്ക് സദഖ ചെയ്താൽ വല്ലാത്ത സന്തോഷമാണ്. കാരണം എന്താണെന്നറിയോ? അവർ സദഖ ചെയ്താൽ, ചില ആൾക്ക് അങ്ങനെയല്ല. കുറച്ച് കഴിഞ്ഞ മാസത്തിൽ വയലിന് പോയി, എല്ലാവരുടെ 500 രൂപ എടുത്തു. 500 രൂപ എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ കമ്മിറ്റിക്ക് എല്ലാവരും ഉസിലാക്കി 500 രൂപ. കുറെ യാറെ ഉസിലാക്കിയിട്ടില്ല. ഇപ്പൊ യാറെ ഉസിലാക്കുന്ന ടൈമല്ല. 500 രൂപ ആൾക്കാർ ചെല്ലുന്ന എത്ര 500 ഉസുലാക്കി. ഇത്രയായാലും എത്ര 500 ഉസുലാക്കിയെന്ന് ആര് ഉസ്താദ് ഉസുലാക്കിയെന്ന് ഇത് കൊടുക്കാൻ മനസ്സിലായി. ഉസുലാക്കിയെന്ന് കമ്മിറ്റിക്കാർ 500 ഉസുലാക്കി ഇത്തായാലും. അങ്ങനെയല്ല. ഈമാനുള്ളവർക്ക് കൊടുത്ത സന്തോഷമാണ്, കൊടുത്താൽ ഭയങ്കര ആനന്ദമാണ്, കൊടുത്താൽ മനസ്സിന് സമാധാനമാണ്. അവർക്ക് ടെൻഷനുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ബേജാറുകളും വരുന്നതിനെ തൊട്ട് ഈ സദഖ കാവലാണ്. ഈ സദഖ കാവലാണ്. താബീകളിൽപ്പെട്ട ഒരു മഹാനുഭാവന്റെ അടുത്തേക്ക് ഒരു കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുകയാ, അല്ല സഹോദരാ, എന്തെങ്കിലും തരാമോ? ഉള്ളത് മുഴുവനും കൊടുത്തു. അയാള് താബിയാണ്, താബീങ്ങളിൽപ്പെട്ട മഹാനാണ്. ആ മഹാനോട് എല്ലാം ചോദിച്ചതെല്ലാം കൊടുത്തു. അയാള് പോയ ശേഷം ഇയാള് പൊട്ടി കരയുകയാണ്. നെഞ്ചത്ത് കൈയടിച്ചിട്ട് കരയുകയാ. ഭാര്യ ചോദിച്ചു, അല്ല ഭർത്താവേ, എന്തിനാണ് കരയുന്നത്? കൊടുത്തത് കൂടിപ്പോയോ? എന്തിനാണ് കരയുന്നത്? അയാള് പറയുന്നു, കൊടുത്തത് കൂടിയിട്ടല്ല, കൊടുത്തത് ഓവറായിട്ടല്ല, പിന്നെ എന്റെ കൂട്ടുകാരനാണ് അയാള്, എന്റെ സഹോദരനാണ്, എന്റെ പരിചയക്കാരനാണ്. അയാൾക്ക് ബുദ്ധിമുട്ടായിട്ട് അയാൾ എന്റെ വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ടി വന്നല്ലോ. ഞാൻ അയാളോട് ചോദിച്ചു കൊടുക്കേണ്ടതല്ലേ? എന്റെ വീട്ടിലേക്ക് അയാൾ വരാൻ ഞാൻ കാരണക്കാരനായില്ലേ? അല്ലാഹു എന്നെ ശിക്ഷിച്ചു കളയുമോ? അയാളോട് ഞാൻ ചോദിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ടതല്ലേ? അതിനാണ് ഞാൻ കരയുന്നതെന്ന് താബീങ്ങളിൽപ്പെട്ട മഹാൻ പറയുകയാണ്.
കൊടുത്തതിന് ബേജാറ് കൊണ്ട് വീട്ടിൽ കൊടുത്തില്ലേ? അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടതല്ലേ? എന്റെ വീട്ടിലേക്ക് അയാൾ ഇങ്ങോട്ട് വന്നതല്ലേ? അതിനു വേണ്ടി അള്ളാഹു എന്നെ ശിക്ഷിച്ചു കളയുമോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. നമ്മളാ കൊടുത്തിട്ടായിട്ട് ബേജാറ് വെറുതെ അത്ര അവിടെ സ്പിരിറ്റിൽ ചൊന്നു പോയി 5000 10,000 കൈ മേലാക്കിയ പഠിച്ചോനെ വേണ്ട എങ്ങനെ സലാമത്ത് ചിലർ അങ്ങനെ ആക്കുന്നേ. നന്റെ നിക്കട്ടെ 10 ചക്കാരി നന്റെ ഏസി എല്ലാ ചൊല്ലുമ്പോ ആളെ പഠിച്ചോണ്ട് പിന്നെ നാണത് പിന്നെ എല്ലാവരും ചൊല്ലട്ട് നാണ് ഫസ്റ്റ് വരും ഒരു ആഡ് നന്റെ കേക്കോ തീരാ ഹരി ഫസ്റ്റ് വിളിച്ചോ ഞാൻ ഫസ്റ്റ് കങ്ങൾ യാറെ വിളിക്കിട്ട് ഞാൻ 10 ചാക്ക് ഫസ്റ്റ് ഉരുളോട് കള്ളു ചൊന്ന തല്ല തറകാവി നാ തണ്ടെങ്കിൽ ഇങ്ങനെ തണ്ടലില്ല നീ കൊന്തില്ല പിന്നെ വലിയൊരാളാണ്. പണ്ടൊരാളൊരു പള്ളി കെട്ടാൻ വേണ്ടി ജാഗ എടുത്ത 6 ജാഗ കൊടുക്കില്ല. ഒരാളെ കോയിന്റെ ഫോറമിന്റെ അപ്പുറത്ത് ജാഗ ഉണ്ട്. അങ്ങനെ വലിയൊരു വാളാക്കി ഗ്രൗണ്ട് ആരാര് കേട്ടും പള്ളിക്ക് ആര് സപ്പോർട്ടാക്കുന്നത്. ഇയാള് കമ്മിറ്റിക്കാരോട് ചൊല്ലി നിങ്ങൾ വാള